നല്ല ആൾക്കാരാണ്. നല്ല വീട്ടിൽ ഡബിൾ നല്ലത്. അടുത്ത കൊല്ലം ഞങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ആളെ കൊണ്ടുപോകും. ഞങ്ങൾക്ക് ഇഷ്ടമായി. ഞങ്ങൾ നല്ലോണമൊക്കെ ഇവിടെ നോക്കുന്നുണ്ട്. വീട്ടിൽ കിട്ടാത്ത സ്നേഹമൊക്കെ കിട്ടുന്നുണ്ട്. കൊള്ളാം. മനസ്സിൽ നല്ല സമാധാനമുണ്ട്. അതിന് വിഷമത്തിലേക്കാ വന്നത്. ഭയങ്കര സമാധാനം ഉണ്ട്. എല്ലാം ചെയ്യും. ഇതുപോലെ ഒരു സ്ഥലം ഒരിടത്തേയും കണ്ടിട്ട് ഞാൻ കുറേ അനുകൂലിയിട്ടുണ്ട്. ഒരു ദൈവാനുഭവം ഉള്ള ഒരു സ്ഥാപനമാണ്. ഇതിലൂടെ നമുക്ക് ഒരു മനസ്സിനൊരു സന്തോഷവും ഒരു സമാധാനം, കൂടാതെ വേറെ കാര്യം ഉറക്കം കിട്ടും. ഉറക്കം കിട്ടും, ഭക്ഷണം കിട്ടും, ഭക്ഷണം കഴിക്കാൻ സാധിക്കും, സമാധാനം ഉണ്ടാവും. ഇത്രയും വലിയൊരു കോമ്പൗണ്ടിന്റെ ഒരു ഹാളില് ഇത് കൗൺസിലിംഗ് സൗകര്യം, നമ്മളെന്ത് പ്രയാസം കേൾക്കാൻ, നമ്മുടെ ദുഃഖങ്ങൾ കേൾക്കാൻ ഇതിനെല്ലാത്തിനും കൂടെ ആളുണ്ട്. അപ്പൊ അത് വളരെ നമുക്കൊരു സന്തോഷമായ ദിവസങ്ങളായിരിക്കും 5 ദിവസം. പിന്നെ വീണ്ടും ഒരു ദിവസങ്ങൾ നീണ്ടു കിട്ടിയാലും എനിക്ക് നല്ല സന്തോഷം. മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. ഹൃദയം ഇനിയെന്നും നിൻ വാസഗേഹമാകും. കൺമുൻപിൽ നീ ഇല്ലെങ്കിലും വിശ്വാസത്താലെ കാണുന്നിതാ. കിലോ കിലോ എവിടെ സ്ഥലം എവിടെയാ? മുണ്ടമ്പേരി. ഇപ്പൊ ഞാൻ ബുധനാഴ്ചയിലേ തുടങ്ങി. ബുധനാഴ്ച വന്നേ ഞാൻ കഴിഞ്ഞല്ലാണ് ആദ്യമായിട്ട് വന്നത്. അപ്പൊ എനിക്ക് തീരെ വയ്യാത്ത സമയമായിരുന്നേ. അത് കഴിഞ്ഞപ്പോ ഒരുപാട് വ്യാധം ഉണ്ടായി. അതുകൊണ്ട് പിന്നെ ഇപ്പൊ വന്നേ. എല്ലാം കൊണ്ടും നല്ലതാണ് ഇവിടെ. എല്ലാവരും ഇങ്ങനെ കുളിച്ചിലൊക്കെ ഒന്ന് വെള്ളം ചൂടാക്കിയിട്ട് കുളിക്കാനൊക്കെ ഒന്നും വെച്ചാല് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ വെള്ളം ചൂടാക്കിയൊക്കെ തരും. കൊണ്ടുവന്ന് കുളിമുറി കൊണ്ടുവന്ന് വെച്ച് എല്ലാം ചെയ്തു. ഇതുപോലെ ഒരു സ്ഥലം ഒരിടത്തേയും കണ്ടിട്ട് ഞാൻ കുറെ അനുകൂലിയിട്ടുണ്ട്. ഒരു ഗുരുവിനെയും ചുറ്റുമൊക്കെ ഒരു ദൈവാനുഭവം ഉള്ള ഒരു സ്ഥാപനമാണ്. ഒരു സിസ്റ്റർ വഴിയായിട്ടാണ് ഞാനിവിടെ വന്നത്. മുണ്ടമ്പേരി സ്കൂളിൽ പഠിപ്പിക്കുന്നതാണ്. അത് നമുക്ക് 3 നേരം ഭക്ഷണം തന്നെ ഇല്ലേ. ഞാൻ പറയണേ ഇനി എത്ര നാൾ വരാൻ പറ്റുമെന്നൊക്കെ പറയണേ. നല്ല അടിപൊളി പ്രാർത്ഥന. നല്ലത് ഇത് തന്നെ. ഞാൻ ആദ്യമായിട്ട് വരണേന്ന്. എന്റെ സ്ഥലം കൊച്ചിയിലാണ്. ഞാനിപ്പോ നിക്കണത് ACC റിലീഫ് സെന്ററിലാണ്. ഇവിടെ വന്നിട്ട് ഇപ്പൊ 3-ാം ദിവസം. എല്ലാം നല്ലതായിട്ട് പോകുന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് പള്ളൂരുത്തി കൊത്തളങ്കു ആശ്രമത്തിലാണ്. ഇവിടെ 10ാമത് ബെത്സൈദ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ പ്രായമായവർക്കും കിടപ്പ് രോഗികൾക്കും വേണ്ടിയുള്ള ഒരു ധ്യാനമാണ്. അപ്പോൾ സാധാരണ അങ്ങനത്തെ ധ്യാനങ്ങൾ പല സ്ഥലത്തും നടക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇവിടെ നിന്ന് വെച്ചാൽ കിടപ്പ് രോഗികളായിക്കോട്ടെ പ്രായമായവരായിക്കോട്ടെ ഇവിടെ എത്താൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവർ വാഹനം എത്തിച്ചു കൊടുത്ത് രോഗികളെയും ഇവിടെ എത്തിച്ച് 5 ദിവസം ഇവിടെ താമസിപ്പിച്ച് ഈ വരുന്ന രോഗികളും അവരുടെ ബൈസ്റ്റാൻഡറായിട്ട് കൂടെ ഒരാളുണ്ടെങ്കിൽ അവരും അവർക്കുള്ള ഭക്ഷണ സൗകര്യം ഈ 5 ദിവസത്തെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു ധ്യാനം ഇവിടെ നടക്കുന്നത്. പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല, തികച്ചും സൗജന്യമായിട്ട്. അതും ഈ വരുന്ന ദിവസങ്ങളിൽ രോഗികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും, അത് മരുന്നായിക്കോട്ടെ ഭക്ഷണമായിക്കോട്ടെ, ഇനി പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടാവുകയാണെങ്കിൽ അതും എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ബ്രദർമാരും ഇവിടുത്തെ ശുശ്രൂഷകരും എല്ലാവരും ഒരുമിച്ചിട്ടാണ് നടത്തുന്നത്. അപ്പം നമുക്ക് ഞാൻ കത്തിവെക്കുന്നതിനേക്കാളും നല്ലത് ഇവിടെയുള്ള ആളുകൾ തന്നെ ധ്യാനത്തിന് വന്ന ആളുകളോടും ഇവിടുത്തെ ബ്രദറിനോടും നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. എരമല്ലൂര്. അതെ. 3-ാമത്തെ ദിവസം എനിക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ വന്ന് മരണക്കിടക്കയിലൊക്കെ ആയിരുന്നു കേട്ടാ. അതൊക്കെ സുഖമായി. ഇപ്പൊ കാലിന്റെ മുട്ടിന് തേയ്മാനം കാരണം നടക്കാൻ പാടില്ല ഒരു കാലിന്. പിന്നെ പറയണെങ്കിൽ ഒരുപാട് അസുഖങ്ങളുണ്ട്. ആട്ടിന്റെ അസുഖം വന്നിട്ട് ഇപ്പൊ എറണാകുളത്ത് മരുന്നാണ് ഇപ്പോഴും കഴിച്ചോണ്ടിരിക്കണം. ഇന്നാള് കൊണ്ട് ഡയാലിസിസ് ഒക്കെ ചെയ്തതാണ്. അത് പ്രാർത്ഥന ഞാൻ ഒരു പ്രാവശ്യം കൂടിയിട്ടുണ്ട് കേട്ടാ.
അത് നല്ല നല്ല അനുഭവമായിരുന്നു എനിക്കുണ്ടായത്. ഇപ്പൊ അത് കാരണമാണ് ഇപ്പൊ പാടില്ലെങ്കിലും വീൽ ചെയർമേലാണ് ഇങ്ങനെ ഇതിന്മേലാണ് നടക്കണം ഞാനിപ്പോഴേ. ഈ വടിയെ പിടിച്ചെന്നെ നടക്കണം. വീൽ ചെയർമേ ഞാൻ കയറൂല, അതുണ്ട് വീട്ടില്. അപ്പൊ ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് ഇച്ചിരി അപ്പുറത്തോട്ട് പോകണമെങ്കിൽ ഇത് വേണം. എന്തോ ചെയ്തു തരും. എല്ലാരും ഭയങ്കര അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ് ഇവിടെയുള്ള ആൾക്കാര്. എന്റെ മകളെ കെട്ടിച്ചേക്കണ ഇവിടെ പള്ളുകൊടുത്തിലാണ്. അപ്പൊ അത് കാരണം എരമ്പല്ലൂരിന്നും ഞാൻ വരുമ്പോ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. പിന്നെ ഈശോയുടെ അനുഗ്രഹം, മാതാവിന്റെ ഒരു അതിനുള്ള പ്രാർത്ഥന കൊണ്ടാണ് ഇങ്ങനെ ജീവിച്ചിരിക്കണത്. എനിക്ക് ഞങ്ങളുടെ അപ്പച്ചൻ മരിച്ച കാര്യം പറയും. 7 കൊല്ലമായി അപ്പച്ചൻ മരിച്ചിട്ട്. മിണ്ടാമ്പടത്തിലെ ജോലിക്കാരനായിരുന്നു. കന്യാസ്ത്രീമാരുടെ ഒക്കെ ഭയങ്കര വലിയ ആളായിരുന്നു. ഒരു ഒറ്റ ദിവസത്തെ അസുഖം കൊണ്ട് മരിച്ചാണ്. അങ്ങനെ ആൾക്കാരെ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുകയാണ്. മേരി ജോൺ, സെന്റ് ജോൺ പാട്ടം. ആ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം ഈ ചേച്ചിന് വരലുണ്ട്. ഞങ്ങൾ 5 പേര് കഴിഞ്ഞ പ്രാവശ്യം വന്നു. നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് അവിടുത്തെ ചേച്ചി ഞങ്ങളുടെ കൂടെ ഒക്കെ വന്നിട്ടുണ്ട്. ആളെക്കൂട്ടി ഇനി അടുത്ത കൊല്ലം ഞങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ആളെക്കൂട്ടി. ഞങ്ങൾക്ക് ഇഷ്ടമായി. ഞങ്ങൾ നല്ലോണമൊക്കെ ഇവിടെ നോക്കണുണ്ട്. വീട്ടിൽ കിട്ടാത്ത സ്നേഹമൊക്കെ കിട്ടുന്നുണ്ട്. നല്ല അഭിപ്രായം. ഇനി ഞങ്ങള് ഉണ്ടെങ്കിൽ അടുത്ത കൊല്ലം വരാന്ന് വിചാരിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമാണ് വരാനൊക്കെ. 2 ആള് ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നു. അടുത്ത പ്രാവശ്യം ഞങ്ങൾ പോരാണെങ്കിൽ പിന്നെ ആൾക്കാർ വരും. സന്തോഷം. നല്ല അഭിപ്രായമുണ്ട്. ഞാൻ 4ാമത്തെ കൊല്ലമാണ് ഇവിടെ വന്നത്. ആദ്യത്തെ കൊല്ലമില്ല, 4ാമത്തെ കൊല്ലമാണ് ഇവിടെ വന്നത്. മുടങ്ങാനും വന്നത്. പിന്നെ വർത്തനാണ് അവര്. അവര് ആദ്യമായിട്ട് വരുമ്പോ അതിൻ്റെ അനുഭവങ്ങൾ കിട്ടും. അവര് വ്യത്യാസം ആ സമയത്ത് അമ്മമാര് അത് വന്ന് കൂടും. എൻ്റെ പേര് സ്റ്റെല്ല, സഞ്ജോമ്പട്ടോ. അവരെ കൂടെ വന്ന ഞാൻ ആദ്യമായിട്ടാ വന്ന. കൊള്ളാം. മനസ്സിൽ നല്ല സമാധാനമുണ്ട്. അതിന് വിഷമത്തിലേക്കാ വന്നത്. ഭയങ്കര സമാധാനമുണ്ട് ഇവിടെ വന്നിട്ട്. ഹാപ്പിയാണ്. അടുത്ത വർഷവും വരും. ജീവിച്ചിരുന്ന അടുത്ത വർഷവും വരും. ഈശോമിശിഹായ്ക്ക് എൻ്റെ പേര് ബ്രദർ ബിനോയ് പീറ്റർ. ഞാൻ ബ്രദേഴ്സ് ഓഫ് സെയിൻറ്റ് ജോസഫ് കൊത്തലങ്കോ എന്ന സന്യാസ സ്ഥാപനത്തിൻ്റെ സുപ്പീരിയറാണ്. കഴിഞ്ഞ 10 വർഷമായി ഇവിടെ ബെത്സൈദ അനുഭവ ധ്യാനം എന്ന പേരിൽ രോഗികൾക്കും വയോജനങ്ങൾക്കും വേണ്ടിയുള്ള ഒരു ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. വളരെയേറെ പ്രത്യേകതയുള്ള ഒരു ധ്യാനമാണ്. കാര്യം ഇതിൽ പങ്കെടുക്കാൻ വന്നവരെല്ലാവരും ഞങ്ങൾ തന്നെ വീടുകളിൽ പോയി സന്ദർശിച്ച് അവർക്ക് വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്നവർ തന്നെയാണ്. അവരെ എല്ലാവരെയും ഒരു കൂട്ടായ്മ, ഒരു പക്ഷേ ഒരു 4 ചുവരുകൾക്കിടയിൽ ഒരു കട്ടിലൊടുങ്ങിക്കൊണ്ടിരിക്കുന്ന ജീവിതങ്ങളെ വേണ്ടി ഒരു പ്രാർത്ഥിക്കാനായിട്ടും കൂടുതലൊരു കൂട്ടായ്മയോടും ഉദ്ദേശിച്ചുകൊണ്ടാണ് അവരോട് വചനം പങ്കുവെച്ചും അവരൊരു കൂട്ടായ്മ വളർത്താനായിട്ടാണ് നമ്മൾ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഏർപ്പാടാക്കി. ആംബുലൻസ് വേണ്ടവർക്ക് ആംബുലൻസ്, വണ്ടി വേണ്ടവർക്ക് വണ്ടി എത്തപ്പെടാനുള്ള അങ്ങനെ ഓരോ സാഹചര്യങ്ങളിലായിട്ട് അവരവരുടെ വീടുകളിൽ നിന്ന് നമ്മളിവിടെ കൊണ്ടുവരുന്ന 5 ദിവസം അവരെ ധ്യാനിപ്പിച്ച് അവർക്ക് വേണ്ട എല്ലാ പ്രാഥമിക ഘടകങ്ങളുള്ള എല്ലാ ശുശ്രൂഷകളും ചെയ്ത് കുമ്പസാരിപ്പിച്ച് കൗൺസിലിംഗ് കൊടുത്ത് നല്ല ഒരു പ്രാർത്ഥനാ രൂപികൾ തിരിച്ചുവിടുന്ന ഒരു ധ്യാനമാണ്. അപ്പോൾ ഞാനൊരു സംശയം ചോദിക്കുന്നതാണ്. ഈ 5 ദിവസത്തെ ധ്യാനം എന്ന് പറയുമ്പോൾ ഒരുപാട് ചിലവിനൊരു തുക ആവശ്യം വരും. കാര്യം ഇത്രയും പേരുടെ താമസം, ഭക്ഷണം, അതിനൊക്കെ ഒരു തുക ആവശ്യമാണ്. അപ്പോൾ അതെങ്ങനെയാണ് സമാഹരിക്കുന്നത്? ഇത് എൻ്റെ മാത്രം ചോദ്യമല്ല. ഈ വീഡിയോ യൂട്യൂബിൽ ഇടുമ്പോൾ പലതരത്തിലുള്ള ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും.
അപ്പോൾ പല രീതിയിലൊക്കെ വ്യാഖ്യാനിക്കപ്പെടാം. അപ്പോൾ അതിന് ഒരു സംശയം ചോദിക്കണം. ഇപ്പോൾ നമ്മൾ ഒരു വർഷത്തിൽ ഒരിക്കലാണ് ഈ ധ്യാനം നടത്തുന്നത്. ഇതിനായിട്ട് പങ്കെടുക്കാൻ ഉള്ള ആഗ്രഹത്തോടെ നിൽക്കണവരെ പോലെ തന്നെ ഇതിനായിട്ട് എന്തെങ്കിലും സാധനങ്ങളോ തുകയായിട്ടോ എന്തെങ്കിലും തരാനായിട്ട് വെക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് നമുക്ക്. അപ്പോൾ അവരൊക്കെ തന്നെ സ്പോൺസർ ചെയ്ത് ഇടയ്ക്കാണ് ഭക്ഷണങ്ങളടക്കമുള്ള എല്ലാം, ഗിഫ്റ്റ് അടക്കമുള്ള എല്ലാം ഓരോരോ വ്യക്തികൾ സ്പോൺസർ ചെയ്തിട്ടാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ നമ്മുടെ ഈ ധ്യാനം തുടങ്ങിയിട്ട് ഇപ്പോൾ 10 വർഷമായി. അപ്പോൾ ആദ്യത്തെ വർഷത്തെ അപേക്ഷിച്ച് ഈ 10ാം വർഷത്തിലെത്തി നിൽക്കുമ്പോൾ ആദ്യത്തെ വർഷത്തിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ബ്രദറിന് ഇപ്പോൾ ഇവിടെ ഫീൽ ചെയ്യുന്നത് ഈ 10 വർഷത്തിൽ? ഒരുപാട് വ്യത്യാസം വന്നു. കാര്യം നമുക്ക് ഇതിൻ്റെ ഒരുപാട് സന്തോഷമുള്ള മുഖങ്ങൾ കാണാൻ പറ്റും. നമുക്ക് ഇതൊന്ന് പോകാൻ നേരത്ത് ഇവരെല്ലാവരും കാത്തിരിക്കണമായിരിക്കും. 5-8 വർഷങ്ങളായിട്ട് ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവർ വരെ ഉണ്ട്. അപ്പോൾ അവർ ആ ഡേറ്റ് ആകാനായിട്ട് കാത്തിരിക്കും. മക്കളെ എന്നാ ധ്യാനം തുടങ്ങണേ എന്നും പറഞ്ഞ് നമ്മൾ ഓരോ പ്രാവശ്യം ഇവരെ സന്ദർശിക്കാൻ പോകുമ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കും. എല്ലാവർക്കും ഡേറ്റൊക്കെ അറിയാം എങ്ങനെയാണ്. നമ്മൾ നോമ്പ് തുടങ്ങുന്നതിൻ്റെ മുന്നത്തെ ബുധനാഴ്ച തുടങ്ങി ഞായറാഴ്ച അവസാനിപ്പിക്കുന്നതാണ് എല്ലാ വർഷവും ചെയ്യുന്നത്. ഒരു സംശയം ചോദിക്കുകയാണ്. ഈ വീഡിയോ കാണുന്ന ഒരാൾ, അതായത് ഇവിടെ വരാത്ത ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക്, രോഗിയായിക്കോട്ടെ ഒരു പ്രായമായ ആളായിക്കോട്ടെ, അയാൾക്ക് ഇവിടെ വരണമെന്ന് ഈ വീഡിയോ കാണുമ്പോൾ ഒരു ആഗ്രഹം തോന്നിയെന്നിരിക്കട്ടെ. അപ്പോൾ ഇവിടെ വരാത്ത ഒരു വ്യക്തിയോട് ബ്രദറിന് എന്താണ് പറയാനുള്ളത്? ഇത് രോഗികൾക്കും വയോജനങ്ങൾക്കും വേണ്ടിയുള്ള ഒരു ധ്യാനമാണ്. കൂടുതലും കിടപ്പ് രോഗികളൊക്കെ ആയിരിക്കും. ഒരിക്കലും വരണവർക്ക് നമ്മുടെ ഒരു കൊച്ചി ഏരിയ എറണാകുളമൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതല്ല അതിന് ദൂരത്താണെങ്കിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ട വിധത്തിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതെല്ലാം ചെയ്തു കൊടുക്കും ഒരു കിടപ്പ് രോഗികൾക്ക് വേണ്ടി. ഈ ധ്യാനം നടത്താനായിട്ട് സഹായിക്കുന്ന ഒരുപാട് ശുശ്രൂഷകരുണ്ട്. ഇവരാണ് ഇതിൻ്റെ ഒരു നട്ടെല്ലെന്ന് പറയുന്ന സാധനം. കാര്യം ഇവരെ എടുക്കാൻ പോകണ മുതൽ ഇവരെ എല്ലാ ശുശ്രൂഷകളും ചെയ്യേണ്ട ഒരു കിടപ്പ് രോഗികളാവും വയോജനങ്ങളാകുമ്പോൾ സഹായം എപ്പോഴും ആവശ്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഒരു 5 ദിവസം മാറി വേറെ ഒരിക്കൽ ശുശ്രൂഷകരാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളത്. ഒരു 100ഓളം കൊത്തലങ്ങ് മിഷൻ ഫാമിലി അംഗങ്ങളുണ്ട്. അവരാണ് ഇവരെല്ലാം കൊണ്ടുവരണം മുതൽ നോക്കണം മുതൽ ഭക്ഷണം കൊടുക്കുന്ന മുതലുള്ള കാര്യങ്ങളെല്ലാം. അവരില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഈ ഒരു ധ്യാനം നടത്തിക്കൊണ്ടുപോകാനായിട്ട് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾ സന്യസ്തരായിട്ടുള്ള ആൾക്കാർ എത്ര ശ്രമിച്ചാലും അത്രയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കില്ല. അവർ വീടും ഉപേക്ഷിച്ച് ആ ദിവസങ്ങളിൽ ഇവിടെ അടുത്തുള്ളവരും ദൂരെയുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അവർ വീടൊക്കെ ഉപേക്ഷിച്ചിട്ടാണെങ്കിൽ ഇവരോടൊപ്പം തന്നെ കിടന്ന് ഇവരോടൊപ്പം തന്നെ ധ്യാനിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഇത്രയും പേർക്ക് വേണ്ട ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് ഒരുക്കുന്നത്, അല്ലെങ്കിൽ ഭക്ഷണമെല്ലാം നമ്മൾ ഇവിടെ തന്നെയാണ് ഒരുക്കുന്നത്. നമുക്ക് ഒരു കിച്ചൺ ഉണ്ട്. നമുക്ക് ഓൾറെഡി മെൻ്റലി ചലഞ്ചറായിട്ടുള്ള 50 പേരാണ് ഉള്ളത് ഇവിടെ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കിച്ചണും സൗകര്യങ്ങളും നമുക്കുണ്ട്. അപ്പോൾ അതൊക്കെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ബ്രദർ അവസാനം പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള 50ഓളം ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി വരുന്ന ചിലവുകൾ, അത് ഇവിടെ താമസ സൗകര്യത്തിന് വേണ്ടി വരുന്ന ചിലവുകളായിക്കോട്ടെ, ഭക്ഷണത്തിന് ദിനം പ്രതി വേണ്ടി വരുന്ന ഭക്ഷണത്തിൻ്റെ ചിലവുകൾ, അതല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി വരുന്ന മെഡിസിൻ, ഇവർക്ക് വേണ്ടി ഇവരുടെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി ഇവിടെ നടത്തുന്ന പ്രോഗ്രാമുകൾ, തൊഴിൽ പരിശീലനങ്ങൾ, അങ്ങനെ പല പല പരിപാടികൾ ഇവർക്ക് വേണ്ടി ഇവിടെ നടത്തുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രായമായവർക്കും രോഗികൾക്കും കിടപ്പ് രോഗികൾക്കൊക്കെ വേണ്ടിയുള്ള ധ്യാനവും ഇവർ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ സേവനവും സഹകരണവും ഒക്കെ കൂടിയേ തീരുള്ളൂ. കാര്യം നിങ്ങളുടെ സേവനങ്ങൾ എന്ത് തരത്തിലുള്ളതായിക്കോട്ടെ, ഇപ്പോൾ സേവനം എന്ന് പറയുമ്പോൾ വോളണ്ടിയർ ആയിട്ട് ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നതായിക്കോട്ടെ, സാമ്പത്തിക സഹായങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നുകളോ ഭക്ഷണങ്ങളോ കൊണ്ടുവന്ന് എത്തിച്ചു കൊടുക്കുന്നതായിക്കോട്ടെ, നിങ്ങളാൽ കഴിയുന്ന എന്ത് ചെറിയ സേവനങ്ങളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ഇവിടുത്തെ ബ്രദറിൻ്റെ നമ്പർ ഞാനിവിടെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഇവിടുത്തെ ഈ ധ്യാനത്തെക്കുറിച്ചാണ്. അപ്പോൾ ധ്യാനത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും കൂടി നമുക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. എൻ്റെ പേര് രഹസ്യമ്മ. ചെല്ലാനം, ഗണപതികാട് ചെല്ലാനം, ഗണപതികാട്. ഞാനും നല്ല അടിപൊളി ഞാനാണ് മോനെ. അതുകൊണ്ട് കൂടിയതുകൊണ്ട് ഞാനിപ്പോൾ വന്നിട്ട് എൻ്റെ കർത്താവ് ഞാൻ അങ്ങനെയാണെങ്കിൽ ഈ വെളുപ്പിനെ ഏറ്റ് കിടന്ന് ഞാൻ 2-3 പൊന്തയില്ല, ഏറ്റിരുന്ന് പൊന്തയൊക്കെ ചെയ്യില്ല. ഇവിടെ അവരനൊക്കെ ഒന്നുമില്ല. അങ്ങനെ
എൻ്റെ ഈശോൻ്റെ അനുഗ്രഹം ഞാനെയും പാടെയൊക്കെ കേട്ടങ്ങനെ ഞാൻ എൻ്റെ കർത്താവിനായിരം നന്ദിയും പറഞ്ഞ് ഞാൻ എൻ്റെ ഉമ്മനെ 14 വയസ്സിൽ സ്നേഹിച്ചതാണ് ദൈവത്തിന്. ഇന്നിപ്പോൾ എനിക്ക് 87ാമത്തെ വയസ്സാണ്. സന്തോഷമാണ്. നല്ല പരമാനന്ദ സന്തോഷം. ഈശോ അത്രയധികം കാര്യങ്ങൾ ചെയ്തു. ഇനിയിപ്പോൾ ചൂടുകൊള്ളുമൊക്കെ എല്ലാം കൊണ്ടൊന്നും ഇല്ല, അതുങ്ങൾ കൊണ്ടൊന്നും ഇവിടെ കൊണ്ടൊന്നും തന്നു മോനെ. 1000 നന്ദി. അത് ക്രിസ്ത്യാനാണ് എൻ്റെ. എന്താ ചേട്ടന്റെ പേരെന്താണ്? അഗസ്റ്റിൻ. അഗസ്റ്റിൻ. എങ്ങനെയുണ്ട് ധ്യാനത്തിന് വന്നിട്ട്? എങ്ങനെയുണ്ട്? എന്താണ് അഭിപ്രായം? നല്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോഴും ഒന്നല്ല, അതുകൊണ്ടാണ് നല്ല രീതിയിൽ വന്നത്. നല്ല ആൾക്കാരാണ്. നല്ല വീട്ടിൽ ഡബിൾ നല്ലത്. ഹാപ്പിയാണ്. എൻ്റെ പേര് ജെയിൻ നസ്രത്ത്. ഇപ്പൊ ഇന്നത്തേക്ക് 3-ാം ദിവസം. 4 വർഷമായി ഞാൻ വരണത്. 4ാമത്തെ വർഷം. ധ്യാനത്തിനെ കുറിച്ച് അഭിപ്രായം പറയണത്, നമ്മളെ പഴയ ജീവിതങ്ങളെല്ലാം തിരിച്ച് നമ്മൾ ഓർക്കണുണ്ട്. ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുമ്പോൾ നമുക്കത് മനസ്സിലാകണുണ്ട്. പിന്നെ കുറച്ച് പാപബോധമൊക്കെ നമുക്ക് കിട്ടും. നമുക്ക് ആ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ക്ഷമിക്കാനുള്ള കൃപ അത് കിട്ടും. പിന്നെ നമുക്ക് സമാധാനം കിട്ടും. അപ്പം അങ്ങനെയുള്ള കുറേ ആശ്വാസങ്ങളും അതുപോലെ നമ്മൾ കുമ്പസാരം നടത്താനും ദൈവത്തോട് കൂടുതൽ അടുക്കാനും അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ നമുക്ക് അതിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവം തരും. പുറത്തുനിന്ന് അമ്മ വീട്ടിൽ നിന്ന് പറഞ്ഞാലും കുറച്ചും കൂടി നമുക്ക് ഒരു മനസ്സിനൊരു സന്തോഷവും ഒരു സമാധാനം, കൂടാതെ വേറെ കാര്യം ഉറക്കം കിട്ടും. ഉറക്കം കിട്ടും, ഭക്ഷണം കഴിക്കാൻ സാധിക്കും, സമാധാനം ഉണ്ടാവും. പിന്നെ ദൈവത്തിനോട് നമുക്ക് കരുണയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അതും, സങ്കടത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ പിന്നത്തെ കാര്യങ്ങളൊക്കെ ദൈവം സാധിച്ചു തരും. അതുപോലെ ബുദ്ധിമുട്ടുമ്പോ പറയാറുണ്ടല്ലോ, ഭക്ഷണമൊന്നും അതില്ലെങ്കിലും കുഴപ്പമില്ല, സമാധാന സന്തോഷം അന്നേരം വിശപ്പുണ്ടാവൂല. പറയുന്നുണ്ട് സന്തോഷം. സ്വർഗരാജ്യം എന്നാല് ഭക്ഷണമോ പാനീയോ അല്ല, കർത്താവിന്റെ സന്തോഷവും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ ആനന്ദവും. അപ്പൊ അതിവിടെ നമുക്ക് ലഭിക്കണേ. അത് തന്നെ ഹാപ്പിയാ. പിന്നെ ഞാൻ എന്റെ കാര്യം പറഞ്ഞാൽ 4 വർഷമായി ഈ ഇത്രയും വലിയ രോഗത്തിലാണ് ഞാൻ. സന്ധിവാതവും എല്ലിന് തേയ്മാനം, പുകച്ചില്, നീർക്കെട്ടല്, വേദന, ഇതെല്ലാം മരവിപ്പെല്ലാം ഉണ്ട്. ഒരു ഗുളിക ഞാൻ കഴിച്ചിട്ടില്ല. സഹിച്ച് ദൈവത്തിനോട് പ്രാർത്ഥിച്ച് നടക്കണം. ഇന്ന് വരെ മോനെ എനിക്കൊരു രോഗം ദൈവം തന്നിട്ടില്ല. ബാക്കി രോഗങ്ങളൊന്നുമില്ല. പ്രഷറാ, ഷുഗറാ, പിന്നെ കൊളസ്ട്രോളാ, അല്ലെങ്കിൽ ഒരു ഗ്യാസാ, ഒരു പനി പോലും എനിക്ക് ദൈവം തന്നിട്ടില്ല. ഞാൻ അത് തന്നെ. അപ്പൊ എന്നോട് എല്ലാവരും വീട്ടിൽ വരുമ്പോ എല്ലാവരും ചോദിക്കേ തന്നെ കണ്ട രോഗമാണെന്ന് പറയാം. എൻ്റെ മക്കൾ എന്നോട് ചോദിക്കണേ നമുക്ക് രോഗമുണ്ടെന്ന് പറയണില്ല അമ്മ എന്താണ് ഈ പറയും. പക്ഷെ എൻ്റെ സങ്കടം മുഴുവനും രാത്രി കർത്താവിൻ്റെ അടുത്ത് പറയും, കരയും. പക്ഷെ നേരം വെളുക്കുമ്പോ ഞാൻ സന്തോഷവതിയാ. ആര് വന്നാലും പ്രിയപ്പെട്ടവർ കിടന്നുറങ്ങുമ്പോൾ അവർക്ക് വേണ്ടതെല്ലാം അത് തന്നെ. ശരി. എൻ്റെ പേര് പോളെന്നാണ്. ഞാനിവിടുത്തെ മിഷൻ ഫാമിലി അംഗമാണ്. കൊത്തലങ്കോ ഫാമിലി മിഷനിലെ അംഗമാണ്. ദൈവത്തിൻ്റെ കൃപയാലെ ഇവിടെ 20-21 വർഷത്തോളം ഇവിടെ ശുശ്രൂഷ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട് ഇവിടുത്തെ പാവപ്പെട്ടവരിൽ നീ ചെയ്യുന്ന ശുശ്രൂഷ ചെറിയവരിൽ ഒരുവൻ ചെയ്യുമ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യുന്നതെന്ന് പറയുന്ന ഈശോയുടെ വലിയ സ്നേഹം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം ഇവിടുത്തെ കിടപ്പ് രോഗികൾ, അവരെ കുളിപ്പിക്കാനും അവരുടെ ആവശ്യങ്ങൾക്ക് അവരുടെ ഒരു കൂട്ടുകാരനെ പോലെ ആയി മാറാനാണ് ദൈവം അനുഗ്രഹിച്ചത്. ഈ വർഷം 10ാം വർഷം നമ്മൾ ഈ ധ്യാനം നടത്തുമ്പോൾ ദൈവത്തിന് വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് കാണുകയാണ്. മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതെ ഈ ധ്യാനത്തിന് വേണ്ടി മാത്രം, ധ്യാനത്തിൽ മാത്രം പുറത്തിറങ്ങുന്ന ഒത്തിരി അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും നമ്മൾ കണ്ടു. കിടപ്പ് രോഗികളായിട്ട് അവരുടെ വേദനകളും നൊമ്പരങ്ങളും കാണാനായിട്ട് അവർ ഒരുമിച്ച് ഈ സംഗമത്തിൽ ഒരുമിച്ച് വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു വലിയ സന്തോഷം അത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ദൈവത്തിന് ഒത്തിരി നന്ദി പറയുകയാണ്. കർത്താവ് പറയുന്നുണ്ടല്ലോ, ഹൃദയം നുറുങ്ങിയവർ കർത്താവ് സമീപസ്ഥനാണ്, മനമൊരുങ്ങിയവർ അവിടെ നിന്ന് രക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് രോഗാവസ്ഥയിൽ ഒറ്റപ്പെട്ടു പോകുന്ന നൊമ്പരത്തിൻ്റെ നടുവിൽ അവർക്കൊപ്പം നിൽക്കാനായിട്ട് ഈ ധ്യാനം അതിനുവേണ്ടി സംഘടിപ്പിക്കുന്ന ശുശ്രൂഷകർ, ഞങ്ങളുടെ ഓരോ അച്ഛന്മാരും, അതുപോലെ തന്നെ ബ്രദേഴ്സ്, നമ്മുടെ ഈ കൊത്തലങ്കോ ഫാമിലി അതിനു വേണ്ടിയിട്ട് എന്നും ഒരു ഉത്സവം പോലെയാണ് ഞങ്ങൾ കാണുന്നത്. പ്രത്യേകിച്ച് എല്ലാ അഗതി മന്ദിരങ്ങളിലും അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഒത്തിരി പ്രയാസപ്പെട്ട് ഉള്ള രോഗികളുണ്ട്, കിടപ്പ് രോഗികളുണ്ട്. ഒത്തിരി മക്കൾ ഇവിടെ നിന്ന് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട് എന്നുള്ളത്
പറയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. സമാധാനവും സന്തോഷവും അവരുടെ നിറയാനായിട്ട് ഈ ധ്യാനം വളരെ ഉപകരിക്കുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ പേര് ഉമ്മച്ചൻ, വീട് കണ്ടക്കടവ്. ഇത് ഞാൻ അപകടത്തില് ജോലി സ്ഥലത്ത് വെച്ച് അപകടം പറ്റി വീണതാണ്, മുകളിൽ നിന്ന് വീണിട്ട് എനിക്ക് സ്പൈനലിന് പൊട്ടുണ്ടായി. സ്പൈനലിൽ പൊട്ടി സർജറി കഴിഞ്ഞപ്പോൾ പിന്നെ കാല് രണ്ടും ഇങ്ങനെ നടക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയില്ല. അങ്ങനെ സംഭവിച്ച ഒരു വലിയൊരു കെട്ടിടം പണിയായിരുന്നു, കെട്ടിട തൊഴിലാളിയായിരുന്നു. ഇപ്പൊ ഒരു 3 കൊല്ലം കഴിഞ്ഞു, 3 കൊല്ലം കഴിഞ്ഞ് 2 മാസമൊക്കെ ആയിട്ടില്ല, അത്രയും കാലമൊക്കെ ആയി. അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിലൂടെ പോണത്. ധ്യാനത്തിന് ഞാനിപ്പോ ഇത് 3ാമത്തെ പ്രാവശ്യം വരുന്നത്. എനിക്ക് വളരെ നല്ല ഒരു ഇവിടുത്തെ സഹകരണം വളരെ വളരെ എനിക്ക് ഇഷ്ടമാണ്. കാരണം എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം ഞാൻ എൻ്റെ ഭാര്യയും ഞാനും കൂടെ വന്നത്. അപ്പൊ എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് ഇപ്പൊ വീട്ടിൽ പോരാ അസൗകര്യമുണ്ട്, എന്നാലും എനിക്ക് വന്നു കഴിഞ്ഞാൽ എന്നെ ഇവിടെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കും നോക്കുമെന്നൊക്കെ എനിക്ക് നല്ല ഉറപ്പുണ്ടായി. അതുകൊണ്ട് ഞാൻ ഒറ്റക്ക വന്നെങ്കിലും എനിക്കിപ്പോ രാവിലെ എന്നെ കുളിപ്പിച്ച് നല്ല റെഡിയാക്കി തന്നെ ഇരുന്നു. എനിക്ക് ഒരു പ്രയാസമില്ല, ഇവിടെ സന്തോഷമാണ്. വീട്ടിലെ പോലെ തന്നെ നോക്കുന്നുണ്ട്. എല്ലാം കൃത്യമായിട്ട് ചെയ്യാനുള്ള എല്ലാം നല്ല ആത്മീയ ഉണർവോടുകൂടി ഞാൻ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകരെല്ലാം നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ഇവിടെ വന്നതിൽ ഒരുപാട് പേരോട് ചോദിച്ച അതേ ചോദ്യം ഞാൻ ചേട്ടനോട് കൂടി ഒന്ന് ചോദിക്കാനാണ്. അതായത് ഇവിടെ ഇതുവരെ വരാത്ത ഒരാൾ ചേട്ടനോട് ഇവിടുത്തെ അഭിപ്രായം ചോദിക്കണം. ഉമ്മച്ച, ഞാനിവിടെ വരണമെന്ന് ആഗ്രഹമുണ്ട്, എങ്ങനെ ഉണ്ടാവും വന്നു കഴിഞ്ഞാൽ, എനിക്ക് ഇഷ്ടപ്പെടുമോ, എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്, വന്നു കഴിഞ്ഞാൽ നന്നാവോ എന്നൊക്കെ ഒരാൾ ചോദിച്ചാൽ ചേട്ടൻ എന്ത് പറയും? നീ തീർച്ചയായിട്ടും എൻ്റെ കൂടെ വരണം, ഞാൻ അടുത്ത പ്രാവശ്യം അതിനെ കൊണ്ടുപോയിരിക്കും എന്ന് ഞാൻ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ സാഹചര്യങ്ങളും ചുറ്റുപാടും ഇപ്പൊ 3 വർഷം ഞാൻ വന്നുകൊണ്ട് എനിക്ക് നല്ലതായ പരിചയമുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ വരാനേ പറയുള്ളൂ. പിന്നെ ഞാൻ നോക്കിക്കൊള്ളാം, എൻ്റെ ഇതിൽ ഞാനിവിടെ എനിക്കറിയാവുന്ന ഇപ്പൊ ഇവിടുത്തെ സഹോദരന്മാരെല്ലാം എനിക്ക് പരിചയമുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അവരോടൊക്കെ നിന്നെ വന്ന് അവിടെ സംരക്ഷിക്കാനും നോക്കാനും പറ്റും എന്നുള്ളത് പൂർണ്ണമായിട്ടും ഞാൻ പറയും, കൃത്യമായിട്ടും പറയും. അപ്പൊ ഞാൻ ചേട്ടനോട് ഇപ്പൊ പരിചയപ്പെട്ടതിന്റെ ആ ഒരു സ്വാതന്ത്ര്യത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് ഈ വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇടാനുള്ളതാണ്. യൂട്യൂബിൽ പല തരത്തിലുള്ള ആളുകൾ കാണും, പല രീതിയിൽ വ്യാഖ്യാനങ്ങൾ ഉണ്ടാവും, പല രീതിയിൽ രീതിയിൽ തന്നെ ആയിരിക്കും അവർ ചിന്തിച്ചെടുക്കുന്നത് ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഇത് പണം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നൊരു പരിപാടിയാണോ എന്നുള്ള സംശയങ്ങളൊക്കെ വരാം. അപ്പൊ ഇത് എവിടെ എന്തെങ്കിലും രജിസ്ട്രേഷൻ ഫീസോ അഡ്മിഷൻ ഫീസോ സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ യാതൊരുവിധ ഫീസോ സാമ്പത്തികമോ ബുദ്ധിമുട്ടോ നമുക്കൊന്നുമില്ല. നമ്മളെ വീട്ടിൽ ഇവർ വണ്ടിയുമായിട്ട് വന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്യണത്. കൊണ്ടുവന്ന് നമ്മളിവിടെ കൊണ്ടുവന്ന് നമ്മൾ സുരക്ഷിതമായിട്ട് നമ്മളെ ബെഡേ കൊണ്ടുവന്ന് ഇരുത്തി ഓരോ കാര്യം സമയത്ത് ഇപ്പൊ കുപ്പിയും വെള്ളം വരെ രാവിലെ എനിക്ക് എടുത്തു വെച്ച് തന്നിട്ട് പോയേക്ക് എനിക്ക് എടുക്കാൻ പോകാത്തത്. അതിപ്പോ നമ്മൾക്കിവിടെ യാതൊരു ഫീസോ അങ്ങനത്തെ യാതൊരു ചിന്തയും വേണ്ട. കാരണം എന്താ ഇവിടെ ഫുള്ള് ഈ 5 ദിവസം നമുക്ക് ഫ്രീ എല്ലാ കാര്യങ്ങളും വളരെ നമ്മുടെ കുടുംബത്തെ പോലെ തന്നെ എല്ലാം ചെയ്യുന്ന അവസ്ഥയിലാണ്. നമുക്ക് യാതൊരു ഇതിനൊരു നെഗറ്റീവായിട്ട് ഒരു സൈഡിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട ഇവിടെ വരുമ്പോൾ. അപ്പൊ ഇവിടെ വന്നിട്ട് മൊത്തത്തിൽ ഹാപ്പിയാണ് ഫുൾ ഹാപ്പിയാണ് ഇവിടെ വന്നത്. ഇപ്പൊ വീട്ടിലായിരിക്കുന്നതിന് വീട്ടിലിപ്പോ കണ്ടത് നമ്മളിപ്പോ വീട്ടിലെന്ന് പറഞ്ഞാൽ ഒരു അടച്ച മുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന അവസ്ഥ ഇപ്പൊ എൻ്റെ അത്. അപ്പൊ ഞാനിപ്പോ ഉള്ള എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി പേരോട് സംസാരിക്കാനും എനിക്ക് മുഴുവൻ സമയം ഇവിടെ ഈ വെളിച്ചത്തിന് ഇവിടെ നമ്മളെ വീട്ടിൽ വെളിച്ചം ഇല്ലെന്നല്ല, വെളിച്ചത്തിൽ തന്നെ, എന്നാലും ഒരു മുറിയിലാണ്. ഇതിപ്പോ ഇത്രയും വലിയൊരു കോമ്പൗണ്ടിലെ ഒരു ഹാളിൽ ഇത് കൗൺസിലിംഗ് സൗകര്യം, നമ്മുടെ പ്രയാസം കേൾക്കാൻ, നമ്മുടെ ദുഃഖങ്ങൾ കേൾക്കാൻ ഇതിനെല്ലാത്തിനും കൂടെ ആളുണ്ട്. അപ്പൊ അത് വളരെ നമുക്കൊരു സന്തോഷമായ ദിവസങ്ങളായിരിക്കും 5 ദിവസം. പിന്നെ വീണ്ടും ഒരു ദിവസങ്ങൾ നീണ്ടു കിട്ടിയാലും എനിക്ക് നല്ല സന്തോഷത്തിന്റെ ഒരു അവസ്ഥ. അങ്ങനെ പറയും ഹാപ്പിയാണ്. എൻ്റെ പേര് ജോർജ്, സ്ഥലം ഇപ്പൊ പാമ്പായൂര് ഇടപ്പച്ചി. ധ്യാനത്തെ കുറിച്ച് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കൊല്ലത്തിനെക്കാട്ടി ഒരു നല്ലൊരു അഭിപ്രായമാണ്. കഴിഞ്ഞ കൊല്ലം വന്ന് ഞങ്ങൾ ഇപ്പൊ ഇവിടെ ഈ ഭാഗത്തൊക്കെ തന്നെയുള്ള ആൾക്കാരായത് കാരണം നമ്മളിവിടെ വന്നിട്ടിരിക്കും ഇവിടെ. പിന്നെ എൻ്റെ ഭാര്യ ഇവിടെ പ്രേക്ഷിത പ്രവർത്തനം നടത്തി. അപ്പൊ അങ്ങനെ എനിക്ക് വരാണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാനിപ്പോ അമ്മനായിട്ട് ഇപ്പൊ ഈ ഒരാഴ്ച ഇവിടെ വന്നു അമ്മനെ കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മ ഉണ്ടായില്ല, നമ്മുടെ കിടക്കുന്നത്. കുഴപ്പമില്ല. സാധ്യമല്ലെന്നോർത്തതാ മഹാത്ഭുതങ്ങൾ നീ ചെയ്തു. സാധ്യമല്ലെന്നോർത്തതാ മഹാത്ഭുതങ്ങൾ നീ ചെയ്തു. ജന്മം
പാതേ സ്തുതിയായി ഞാനേകാം നിൻ സാക്ഷിയാകും ഞാൻ.